സോ വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് ടൊറൻറ്റോ ട്രിപ്പ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ടെസ്സി ആൻറ്റി നല്ല അടിപൊളി അപ്പവും ടക്ക് മപ്പാസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടെ ഇന്ന് പോകുന്നത് ടൊറൻറ്റോ ഡൗൺ ടൗൺ എക്സ്പ്ലോർ ചെയ്യാനാണ്. രാവിലെ നല്ല അടിപൊളി ഫോഗി ക്ലൈമറ്റ് ആയിരുന്നു. മുമ്പിലുള്ള ബിൽഡിംഗ് ഒന്നും കാണാൻ പറ്റാത്തത്ര ഫോഗായിരുന്നു രാവിലെ. വേറൊരു അടിപൊളി കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർക്ക് ഫുൾ ഓഫ് ഗീസുകളാണ്. ഇത് കണ്ടില്ലേ? ടൊറൻറ്റോ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഇവിടുത്തെ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ എത്താൻ പോകുന്നത്. എനിക്കും ടോണിനും ഇവിടെ ഒട്ടും പരിചിതമല്ലാത്തതുകൊണ്ട് തന്നെ ഡേവിഡ് ആൻഡ് ജോയലാണ് ഇന്നത്തെ ഞങ്ങളുടെ വഴികാട്ടികൾ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ ടൊറൻറ്റോ ഡൗൺ ടൗണിലേക്ക്. അങ്ങനെ ഫസ്റ്റ് നമ്മളൊരു ബസ്സിൽ കയറി കുറേ ദൂരം കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മൾ അടുത്ത ബസ്സിൽ കയറി, അതും കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറി ഫൈനലി നമ്മൾ ടൊറൻറ്റോ ഡൗൺ ടൗണിലെത്തി. വിചാരിച്ചത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു കേട്ടോ യാത്ര. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത്രയും ലോങ് ജേർണി ഉണ്ടെങ്കിലും ബോറൊന്നും അടിച്ചില്ല, എല്ലാം പുതിയതാണല്ലോ. അവിടെ എത്തിയതും ഞാൻ ഫസ്റ്റ് നോക്കിയത് മുകളിലേക്കാണ്. വേറൊന്നുമല്ല, എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായ ഈ നിൽക്കുന്ന CN ടവർ കാണാനായിട്ട്. കാനഡയിലേക്കൊക്കെ വരുന്നേക്ക് മുന്നേ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ലൈഫിൽ എപ്പോഴെങ്കിലും CN ടവറും നയാഗ്ര ഫോൾസും ഒക്കെ കാണാൻ പറ്റണേന്ന്. ഒരാഗ്രഹം സാധിച്ചതിൻ്റെ എക്സൈറ്റ്മെന്റിലും ഹാപ്പിനെസ്സിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പിൽ നിന്ന് തലങ്ങും വിലങ്ങും ഫോട്ടോ എടുക്കലായിരുന്നു എൻ്റെ പണി. പിന്നെ CN ടവറിന്റെ മുകളിൽ കയറാനായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത പ്ലാൻ. പക്ഷെ നീണ്ട ക്യൂവും അത് കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് CN ടവറിന്റെ തൊട്ടടുത്തുള്ള അവിടുത്തെ ഫേമസ് ആയ റിപ്ലീസ് അക്വേറിയം കാണാനാണ്. കണ്ടതും കാണാത്തതുമായ 1000-ലേറെ അക്വാട്ടിക് ആനിമൽസ് ഉണ്ട് ഈ ഒരു അക്വേറിയത്തിൽ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അക്വേറിയം ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അക്വേറിയം വർത്ത് വിസിറ്റിംഗ് ആയിരുന്നു. തലയുടെ മേളിൽ കൂടിയും സൈഡിൽ കൂടെയൊക്കെയാണ് കേട്ടോ വലിയ വലിയ ഷാർക്സും സ്ട്രിംഗ് റേസ് ഒക്കെ നീന്തി കളിക്കുന്നത്. എന്നെപ്പോലെ ആദ്യമായിട്ട് ടൊറൻറ്റോ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ റിപ്ലീസ് അക്വേറിയം. അത്യാവശ്യം നടന്ന് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. മാത്രമല്ല നമുക്ക് വേണ്ടുന്ന കുട്ടി ഷോപ്പിംഗ് ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വിളി വരാൻ തുടങ്ങി. സോ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുത്തെ ഈറ്റൺ സെന്റർ ആണ് കേട്ടോ ഡേവിഡ് സജസ്റ്റ് ചെയ്തത്. നല്ലൊരു ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ ഈറ്റൺ സെന്ററിലേക്ക്. വിശന്നിട്ടാണെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയും. റിപ്ലീസിന് വലം വെച്ചപ്പോഴേക്കും രാവിലെ കഴിച്ച അപ്പവും ടക്ക് മപ്പാസും ഒക്കെ പണ്ടേ ദഹിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നായി. അങ്ങനെ ഈറ്റൺ സെന്റർ എത്തിയപ്പോൾ പിന്നെ എന്ത് കഴിക്കും എന്നുള്ള ആലോചനയിലായി. എന്നാ പിന്നെ തായ് ഫ്രൈഡ് റൈസ് ആൻഡ് ഉൾസ് കഴിക്കാന്ന് കരുതി. പെട്ടെന്ന് സുഷി കഴിക്കാൻ ആഗ്രഹം വന്നുകൊണ്ട് അതും ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് നിറച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നാത്തൻസ് ഫിലിപ്പ് സ്ക്വയർ എന്നാണ് കേട്ടോ ഈ ഒരു പ്ലേസിന്റെ പേര്. നല്ലൊരു പോപ്പുലേഷനും ഉണ്ടായിരുന്നു ഇവിടെ. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും ഈവൻസും എല്ലാം ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അവിടെ എത്തിയപ്പോൾ കുറേ പേരൊക്കെ ഐസ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം ഐസ് സ്കേറ്റിംഗ് ഒക്കെ കണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മൾ പോകുന്നത് ടൊറൻറ്റോ ഹാർബർ കാണാനാണ്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വ്യൂ ആണ് കേട്ടോ കിട്ടിയത്. ഈ ഒരു സമയത്ത് പോയതുകൊണ്ട് തന്നെ CN ടവറിന്റെ വേറൊരു വേർഷനും കൂടെ കാണാൻ പറ്റി. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 4 പേര് നല്ല ടയേർഡായി, ബാറ്ററി ഒക്കെ തീരാറായി. അതുകൊണ്ട് തന്നെ ഇനി അധികം താമസിപ്പിക്കാതെ തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കാം. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Until then, stay tuned. Tata, bye bye.